ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ ഉരുളൻകിഴങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ എടുക്കുമ്പോൾ പരമാവധി എല്ലില്ലാത്ത കഷ്ണം നോക്കി എടുക്കാൻ നോക്കുക. അതാണ് നമുക്ക് ചിക്കൻ കട്ട്ലേറ്റിന് ഏറ്റവും നല്ലത്. ഇനി അഥവാ 1-2 എല്ല് പെട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കുക്കറിൽ വേവിച്ചിട്ട് എടുക്കണം. ആ സമയത്ത് നമുക്ക് മാംസം എല്ലിൽ നമുക്ക് വെട്ടി വരില്ലോ, അങ്ങനെ നമുക്ക് എല്ലെടുത്ത് കളയാം. എന്നാലും പരമാവധി മാംസം ഉള്ള കഷ്ണം നോക്കിയിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ. ഞാനിപ്പോൾ വലിയ 2 ഉരുളക്കിഴങ്ങാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിക്കണം. അപ്പോൾ കുക്കറിലിട്ടിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. ഞാൻ തൊലി കളയാണ്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇത് ഈ ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. നമുക്കിത് മൊത്തത്തോടെ കുക്കറിലിട്ടിട്ട് ഇതിൻ്റെ ഒപ്പത്തിന് വെള്ളം വെച്ച് പുഴുങ്ങാനായിട്ട് വെക്കാം. ആ കുക്കറിലായതുകൊണ്ട് 3 വിസിൽ കേട്ടോ. പ്രഷർ പോയതിന് ശേഷം നമ്മുടെ ഈ കുക്കർ തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. ഈ ടൈമിൽ നമ്മൾ ഉപ്പിട്ട് വേവിക്കണ്ട. നമുക്കത് മസാല കൂട്ടുന്ന സമയത്ത് ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ അത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് നമ്മൾ ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കാനായിട്ട് ചിലപ്പോൾ നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പുറം ചൂടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ കൈ കൊണ്ട് ഉടയ്ക്കുമ്പോൾ ഉൾഭാഗം നല്ലപോലെ ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് ഇനി നമുക്ക് ചിക്കനാണ് വേവിക്കേണ്ടത്. 1/4 കിലോ ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം. എന്നിട്ടാണ് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക. ചിക്കൻ വേവിക്കുന്ന ടൈമിൽ എല്ലാ പൊടികളുടെ അളവും കുറേശ്ശെ ഇടാൻ പാടുള്ളൂ. കാരണം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ഒന്നും കൂടി നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കും. അപ്പോൾ കുറേശ്ശെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗരം മസാലപ്പൊടി ഇത്രയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഈ 1 ടീസ്പൂൺ കൊണ്ട് കുറച്ച് കണ്ടോ, ഇത്രയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ പകുതി ഈ മസാല മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇടും. ഇനി അടുത്തത് കുരുമുളക് പൊടി അതും ഈ ടീസ്പൂൺ കൊണ്ട് കുറച്ച് അത്ര ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ അളവും എല്ലാതും നമ്മൾ പകുതിയാണ് എടുക്കുക. ഇപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് എരിവുള്ള മുളക് പൊടിയാണ്. അത് ഞാൻ 1 ടീസ്പൂൺ കൊണ്ട് ഇത്രയാണ് എടുത്തിട്ടുള്ളത്, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വേവിക്കുമ്പോൾ ചിക്കനിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല. എന്നിട്ട് കുക്കറിലിട്ടതിന് ശേഷം 1 വിസിൽ. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. പ്രഷർ പോയതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് വേവിക്കാൻ വെക്കട്ടെ. അപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചൂട് അറിയതിന് ശേഷം ഒന്നില്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല പോലെ പൊടിക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചിക്കന് മിക്സിയിലാണെങ്കിലും ചോപ്പറിലാണെങ്കിലും നല്ല പോലെ പൊടിക്കാൻ പാടില്ല. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ ആ രീതിയിൽ വേണം കേട്ടോ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാനാണെങ്കിലും മിക്സിയിലാണെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിലും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കൻ്റെ ചൂടാറിന് ശേഷം ഞാൻ പൊടിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ പൊടിയാൻ പാടില്ല. ഇതുപോലെ ഉണ്ട്, ഇങ്ങനെ കടിക്കാൻ കിട്ടണം. നമുക്ക് കടിക്കാൻ കിട്ടും. ഇങ്ങനെ വേണം, എന്നാലാണ് ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും പൊടിയുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടണം കഷ്ണങ്ങൾ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക് ഇച്ചിരി പഴുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം.
അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ചിട്ടില്ലേ, ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും വേപ്പിലയും ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, വേപ്പില ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുരുമുളക് പൊടി 1/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നല്ല പോലെ നമുക്ക് ഈ മസാല കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലൈറ്റ് അതിൻ്റെ ഷേപ്പിൽ നമുക്കിന്നെ പരത്താം. എന്നിട്ട് ഇങ്ങനെ ഷേപ്പിൽ കേട്ടോ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഉരുളിലായിട്ട് വെച്ചില്ലേ, എന്നിട്ട് ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആകൃതിയിൽ, വട്ടത്തിലാണെങ്കിൽ വട്ടത്തിൽ, ഇനി ലവ് ഷേപ്പ് ആണെങ്കിൽ ലവ് ഷേപ്പിൽ, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എല്ലാതും ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് പരത്തിയിട്ടുള്ളത്. ലവ് ഷേപ്പിൽ പരത്തണമെങ്കിൽ അങ്ങനെ പരത്താം. അതുപോലെ തന്നെ പല ഷേപ്പുകളുണ്ടല്ലോ, അങ്ങനെ നമുക്ക് എന്ത് ഷേപ്പാണ് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യും. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് പരത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 2 കോഴിമുട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കോഴിമുട്ട നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. റസ്കിന് പകരം ബ്രെഡും ഉപയോഗിക്കാം. അതും ഇതുപോലെ പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റസ്ക് പൊടിയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലൈറ്റ് ഇടാം. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കട്ട്ലൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതാദ്യം ഈ മുട്ടയിൽ മുക്കാം. നല്ലപോലെ ഇങ്ങനെ മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം ഈ റസ്കിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സൈഡും റസ്ക് ഇങ്ങനെ റസ്കിൻ്റെ പൊടി ആവണം കേട്ടോ. 2 സൈഡും ഇതുപോലെ റസ്കിൻ്റെ പൊടി ആക്കിയതിന് ശേഷം നമുക്കിത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത സാധനങ്ങളിലെ കണക്ക് വെച്ചിട്ട് എനിക്ക് 20 കട്ട്ലൈറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.